ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ജിൻഡോയോട് ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള കാരണം, ഇന്നലെ ലാലേട്ടന് മുമ്പ് വെച്ചൊരു ടാസ്ക് നടന്നു. ആ ടാസ്കിൽ ഒരു ബൗളിന്റെ അകത്ത് ഇങ്ങനെ പേപ്പറിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ട് അതിങ്ങനെ ചുരുട്ടി ആ ബൗളിന്റെ അടുത്ത് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഗ്രാൻഡ് ഫിനാലേക്ക് അടുക്കുകയാണ്, നിങ്ങൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് കാണേണ്ടത്, അല്ലെ നിങ്ങൾക്ക് എന്ത് മാറ്റം ആണ് ഇനി ഓരോ വ്യക്തികളിൽ കാണേണ്ടത് എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലാലേട്ടൻ ചോദിക്കുന്നത്. എന്നിട്ട് ഈ ബൗളിന്റെ അകത്തുനിന്ന് ഓരോരുത്തർ വന്നിട്ട് ഓരോ പേപ്പർ എടുക്കുക, എന്നിട്ട് അത് വായിച്ചു നോക്കുക, എന്നിട്ട് അതിന് ഉതകുന്ന വ്യക്തികൾ, അതിലെ ആ എഴുതിയിരിക്കുന്ന വാക്കിനനുസരിച്ച് ഉതകുന്ന വ്യക്തികൾ ആരാണോ അവരുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യമായിരുന്നു വന്നത്. അങ്ങനെ ജാസ്മിൻ വരുന്നു. ജാസ്മിൻ വന്നതിന് ശേഷം കുറച്ച് പേപ്പർ എടുക്കുന്നു. പേപ്പർ എടുത്തതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ വന്ന ചോദ്യം ഇതായിരുന്നു: ഏറ്റവും മോശമായ രീതിയിൽ ഇവിടെ ഗെയിം കളിക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ജാസ്മിന് കിട്ടിയത്. ജാസ്മിൻ അത് കൃത്യമായിട്ട് ജിൻഡോയാണ് ഇവിടെ മോശമായ രീതിയിൽ ഗെയിം കളിക്കുന്നത് എന്നുള്ള ഒരു പ്രസ്താവന അവിടെ വെച്ചു. അപ്പൊ ജിൻഡോ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് രോമം എടുത്തിട്ട് ഇങ്ങനെ ഊതി. ഈ ഊതിയ വിഷയം അപ്പൊ തന്നെ ജാസ്മിൻ എടുത്തു പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ, ഇത് ഇപ്പൊ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ ആക്ട് കാണിച്ചില്ലേ, ഇത് തന്നെയാണ് അങ്ങനെ മോശമായിട്ട് കാണിക്കുന്നത് എന്ന രീതിയിൽ പറയുകയുണ്ടായി. അപ്പൊ തന്നെ ലാലേട്ടൻ ഇടപെട്ടു. ലാലേട്ടൻ പറയുന്നു, ജിൻഡോ നിങ്ങൾ കാണിച്ചത് മോശമല്ലേ, ഇത് രസകരമായി ചെയ്യാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, വളരെ മോശകരമായി പോയി, ഇതൊരു ടാസ്ക് അല്ലേ, അതിലാണോ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ലാലേട്ടൻ എടുത്തു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറയണമെങ്കിൽ, അതായത് അയാളെ ടാസ്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, നിങ്ങൾക്ക് അവസരം ഉണ്ടല്ലോ എന്ന രീതിയിൽ ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അവസരം ഉണ്ടല്ലോ വന്നെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ജിൻഡോ വന്ന് അതുപോലെ തന്നെ അവർ പേപ്പർ എടുത്തപ്പോൾ അതിനകത്ത് വായിച്ചത് ഗ്രാൻഡ് ഫിനാലെ വരെ എത്തത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തി ആരാണെന്നുള്ളതായിരുന്നു. അപ്പൊ ജാസ്മിൻ ആണ് എന്ന് ജിൻഡോയോട് പറഞ്ഞു. ജിൻഡോ പറഞ്ഞു, വന്ന സമയത്ത് എനിക്കൊരു എതിരാളിയാണെന്നാണ് എനിക്ക് തോന്നിയത്, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഗ്രാഫ് കുറെ താണു പോയിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് ഗ്രാൻഡ് ഫിനാലെ പോലും വരുത്തില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിന്റെ പേര് പറയും. അപ്പോൾ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് ജാസ്മിൻ ഇങ്ങനത്തെ ഒരു ആക്ട് കാണിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. അപ്പൊ സോറി ലാലേട്ട, സോറി ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ സോറിയും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ജാസ്മിൻ പല സമയത്തും ആൾക്കാർ പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആക്ടുകളൊക്കെ കാണിക്കാറുണ്ട്. ഇതൊന്നും ലാലേട്ടന്റെ കണ്ണിൽ പെടാറുമില്ല. അപ്പൊ ജിൻഡോ ഇങ്ങനെ കാണിച്ചതാണ് കാഴ്ചയിൽപ്പെടുന്നത്. അതുപോലെ തന്നെ സിബിൻ കാണിച്ചു എന്ന് പറയുന്ന പ്രേക്ഷകർ പോലും കണ്ടിട്ടില്ല, ഈ ജാസ്മിനാണ് കണ്ടിട്ടുള്ളത്. ജാസ്മിൻ കാണുമ്പോൾ എന്തായാലും ചോദിക്കണമല്ലോ. ജാസ്മിൻ എന്തെങ്കിലും ഒരു കേട് പറ്റിക്കഴിഞ്ഞാൽ, ജാസ്മിൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ലാലേട്ടനായാലും ബിഗ് ബോസിനായാലും അങ്ങോട്ട് ഇരിപ്പുറയ്ക്കത്തില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. എന്തായാലും ഇന്നലെ ലാലേട്ടൻ ജിൻഡോയോട് ഈ കാര്യങ്ങളാണ് പറഞ്ഞത്. ജിൻഡോയോട് കൃത്യമായിട്ട് ഈ ഒരു ആക്ട് ശരിയല്ല, നിങ്ങൾ ഈ കാണിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയോട് അത് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. അതിനനുസരിച്ച് ജിൻഡോ മാപ്പ് പറയുകയുണ്ടായി. ജാസ്മിനോട് മാപ്പ് പറഞ്ഞു, സോറി എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ലാലേട്ടനോട് സോറി എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ മോശമായ രീതിയിൽ ഗെയിം കളിക്കുന്ന ആള് ജിൻഡോ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ജിൻഡോ അത് ചെയ്തത്. ജിൻഡോ മോശമായ രീതിയിൽ, എന്ത് മോശമായ രീതിയിൽ ആ ഗെയിം കളിച്ചതെന്ന് ജാസ്മിൻ പറയണമല്ലോ. എന്താ മോശമായ രീതി? മോശമായ രീതിയിൽ ഗെയിം കളിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന്റെ ഇടയിലാണ് ജിൻഡോ ഇത് കാണിച്ചത്. അപ്പൊ പറയാണ് ഇതാണ് മോശമായ രീതി എന്നുള്ള രീതിയിൽ അതിനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ.